അങ്ങനെ മുഖ്യമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ സന്ദർശിച്ചിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ മഴക്കാലത്ത് തിരുവനന്തപുരത്തും കൊല്ലത്തുമായി 3 മത്സ്യത്തൊഴിലാളികളെയാണ് കടലിൽ കാണാതായത്. ഇന്ന് 11 ദിവസമായിട്ടും 3 പേരെയും കണ്ടെത്താനായിട്ടില്ല. അവരെ കണ്ടെത്തുന്നതിൽ സർക്കാർ സംവിധാനത്തിന് വലിയ വീഴ്ചയുണ്ടായെന്ന വിമർശനം ശക്തമാണ്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം വരെ ഫിഷറീസ് മന്ത്രിയും മുഖ്യമന്ത്രിയും സംഭവസ്ഥലം സന്ദർശിച്ചതുമില്ല. ഇതിനിടയിൽ മുഖ്യമന്ത്രി വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശം വലിയ വിവാദമായി മാറുകയും ചെയ്തു. ഇങ്ങനെ സർക്കാർ വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ നിൽക്കെ അവിടെ ക്രൈസിസ് മാനേജരായി അവതരിച്ചിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ന് ചെന്നിത്തല നീണ്ടകരയിലും വിഴിഞ്ഞത്തും കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളെ സന്ദർശിച്ച് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതാണ് കണ്ടത്. ചെന്നിത്തലയ്ക്കൊപ്പം ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂറും ഉണ്ടായിരുന്നു. ഇത്രയും ദിവസം തിരിഞ്ഞു നോക്കാത്ത ഫിഷറീസ് മന്ത്രിയോട് കടപ്പുറത്ത് വലിയ രോഷമായിരുന്നു അണപൊട്ടിയിരുന്നത്. അത് തിരിച്ചറിഞ്ഞാകണം സന്ദർശനം ആഭ്യന്തരമന്ത്രിക്കൊപ്പമാക്കിയത്. ഒരർത്ഥത്തിൽ ഫിഷറീസ് മന്ത്രിയെ ചെന്നിത്തല രക്ഷിച്ചെന്ന് വേണം പറയാൻ. കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ സമാധാനപൂർവ്വം കേട്ട ചെന്നിത്തല എത്രയും വേഗം പരിഹാരമുണ്ടാകുമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ കുടുംബങ്ങളെ കാണാനെത്തിയത്. നീണ്ടകരയിൽ കാണാതായ ഗൗതം കൃഷ്ണയുടെ കുടുംബത്തെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഷിബു ബേബി ജോണിനൊപ്പമാണ് മുഖ്യമന്ത്രി സന്ദർശിച്ചത്. ഗൗതമിനൊപ്പം അച്ഛനും അപ്പൂപ്പനും അപകടത്തിൽപ്പെട്ടിരുന്നു. ഇരുവരുടെയും മൃതദേഹം നേരത്തെ കിട്ടി. ഗൗതമിനായുള്ള കാത്തിരിപ്പ് തുടരുന്നതിനിടെയാണ് മന്ത്രിമാരുടെ സംഘം സമാശ്വാസവുമായി എത്തിയത്. പിന്നീട് വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളെയും കണ്ടു. മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ കൃത്യമായ കാലാവസ്ഥാ മുന്നറിയിപ്പിനുള്ള സംവിധാനം ഒരുക്കണം, രക്ഷാപ്രവർത്തനത്തിനുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണം, കാണാതാക്കുന്ന ആദ്യ മണിക്കൂറുകളിലെ രക്ഷാപ്രവർത്തനത്തിന് കൃത്യമായ ഒരു SOP തയ്യാറാക്കണം എന്നിവ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മുന്നിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ വെച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ തന്നെ. ഇതുവരെയും അതിനൊന്നും പരിഹാരമുണ്ടായിട്ടില്ല എന്നതാണ് ഖേദകരം. LDF സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തിനിടയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. വിഴിഞ്ഞത്ത് കാണാതായ ജോണിന്റെ കുടുംബത്തെ കഴിഞ്ഞ ദിവസം സന്ദർശിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിയും നേരിട്ടതും ഇതേ ചോദ്യങ്ങളാണ്. രക്ഷാപ്രവർത്തനം വൈകുന്നതിൽ അല്ലെങ്കിൽ കാര്യക്ഷമമല്ലാത്തതിൽ നിലവിൽ ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോഴും ജോണിന്റെ മക്കൾ ഉന്നയിച്ച ചോദ്യങ്ങളെല്ലാം ചെന്ന് തറച്ചത് പിണറായി ഭരണത്തിലേക്കായിരുന്നു. രക്ഷാപ്രവർത്തനത്തിനുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിന് കഴിഞ്ഞ 10 വർഷം എന്തു ചെയ്തു എന്നതിന് LDF മറുപടി പറയേണ്ടതുണ്ട്. ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ ഈ ചോദ്യത്തിന് മുന്നിൽ CPM പ്രതിനിധികൾ മറുപടിയില്ലാതെ വിയർക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഓഖി ദുരന്തത്തിൽ കാണാതായ നിരവധി ആളുകളെ ഇന്നും കണ്ടെത്താനായിട്ടില്ല. അന്ന് വലിയ വാഗ്ദാനങ്ങളാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയത്. എന്നാൽ അതൊന്നുപോലും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അതിന് തയ്യാറായില്ല. 3 മത്സ്യത്തൊഴിലാളികളെ കാണാതായതോടെ LDF സർക്കാരിന്റെ ഭരണത്തിലെ പിടിപ്പുകേടാണ് യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിനു മുന്നിൽ ചർച്ചയായിരിക്കുന്നത്. അതെല്ലാം പരിഹരിച്ച് UDF സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കുന്നു.